എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? 10 വർഷക്കാലം സ്ഥലം MLA ആയിരുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നു എന്ന് അദ്ദേഹവും ഇടതുപക്ഷവും പറയുന്ന ഒരു മണ്ഡലമാണ്. മാത്രമല്ല ധർമ്മടത്തെക്കുറിച്ച് നമുക്കറിയാം. ധർമ്മടത്തിന്റെ ഡീലിമിറ്റേഷന് ശേഷം ധർമ്മടം മണ്ഡലം രൂപീകൃതമായതിനു ശേഷം CPM-ന് വേണ്ടി മാത്രം, അത് പ്രത്യേകിച്ച് പിണറായി വിജയന് വേണ്ടി മാത്രം മുറിച്ചെടുത്ത ഒരു അസംബ്ലിയാണ്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. 8 പഞ്ചായത്താണ്, 8 വലിയ പഞ്ചായത്തുകളാണ്. ആ 8 പഞ്ചായത്തുകളിൽ 8 പഞ്ചായത്തും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. കാലാകാലങ്ങളായി, അതിലൊരു കടമ്പൂർ ഒഴിച്ചു നിർത്തിയാൽ കാലാകാലങ്ങളായി മറ്റെല്ലാ പഞ്ചായത്തുകളും ഇടതുപക്ഷമാണ്. അങ്ങനെ ഒരു അസംബ്ലിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിന്റെ സകല നേട്ടങ്ങളെയും സ്വന്തം നേട്ടങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് കേരളം മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ വെച്ച് ഈ മണ്ഡലത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ പ്രചരണം നടത്തി സിനിമാ താരങ്ങളെയും വേടൻ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളെയും കൊണ്ടുവന്ന് പ്രചരണം നടത്തിയിട്ട് പോലും കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 12 മണിവരെ നീണ്ട 4 മണിക്കൂർ ലോകത്തിന്റെ മുന്നിൽ അദ്ദേഹം പരാജയപ്പെട്ട് പിറകിൽ നിൽക്കുന്ന കാഴ്ച ഞാനും നിങ്ങളും എല്ലാവരും ലോകം ഒരുപോലെ വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനമായിരിക്കും? 80,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കും. 1 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ അധിക്ഷേപം നേരിട്ട, അല്ലെങ്കിൽ ആക്ഷേപങ്ങളും തെറിവിളികളും കേട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ കുടുംബത്തെയും അതുപോലെ തന്നെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ട് സൈബർ ഇടത്തിൽ ഉൾപ്പെടെ ഏറ്റവും ആദ്യം തോൽക്കുന്ന സ്ഥാനാർത്ഥി, 8 മണിക്ക് മുമ്പേ തോൽക്കുന്ന സ്ഥാനാർത്ഥി, വോട്ട് എണ്ണുമ്പോൾ തോൽക്കുന്ന സ്ഥാനാർത്ഥി, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് തോൽക്കുന്ന സ്ഥാനാർത്ഥി, നേർച്ചക്കോഴി എന്നൊക്കെ വിളിച്ച് വലിയ ആക്ഷേപവും അവഹേളനവും കേട്ട് അപമാനം കേട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. മറന്നിട്ടൊന്നുമില്ല. അയ്യോ, എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഏറ്റവും അഭിമാനത്തോടുകൂടി ധർമ്മടത്തെ ഞങ്ങളുടെ UDF-ന്റെ കമ്മിറ്റിയുടെ നേതാക്കന്മാരുടെ കരുത്തിൽ, അവിടുത്തെ പ്രവർത്തകരുടെ കരുത്തിൽ തലയുയർത്തിപ്പിടിച്ചു നിന്ന് UDF-ന്റെ ധർമ്മടത്തെ പ്രവർത്തകരും നേതാക്കന്മാരും ഈ റിസൾട്ടിനെ ആസ്വദിക്കുന്ന ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ധർമ്മടത്തെ വിജയം ആഗ്രഹിച്ചത് ധർമ്മടത്തെ UDF-ഓ കേരളത്തിലെ UDF-ഓ മാത്രമല്ല, ലോകത്തെ മുഴുവൻ മലയാളികളുമാണ് ധർമ്മടത്തെ UDF-ന്റെ വിജയം ആഗ്രഹിച്ചത്, പിണറായി വിജയന്റെ പരാജയം ആഗ്രഹിച്ചത്. പിണറായി വിജയൻ സാങ്കേതികമായി പരാജയപ്പെടുമ്പോൾ അതിൽ അത്യാഹ്ലാദം പ്രകടിപ്പിച്ചത് ലോകത്തെ മുഴുവൻ മലയാളികളുമാണ്. കാരണം തൊട്ടിൽ കിടക്കുന്ന പിഞ്ചു കുഞ്ഞു മുതൽ വന്യ വയോധികമാർ വരെ ആരാണ് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ ക്രൂരതയ്ക്കിരയാവാത്തത്? ഇന്നലെ റിസൾട്ട് വരുമ്പോൾ തന്നെ പത്രസമ്മേളനം നടത്താൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് തയ്യാറെടുത്തെന്ന് മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും അറിയിച്ചിട്ട് ആ മാധ്യമ സമ്മേളന സ്ഥലത്തേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, ഈ പകൽ ഇന്ന് കഴിയുന്ന നിമിഷം വരെയും അദ്ദേഹത്തിന് വായ് തുറന്നൊരക്ഷരം പറയാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹത്തിന് സ്ഥിരമായി എഴുതി കൊടുത്ത അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്ന പ്രഭാവർമ്മക്കോ മനോജിനോ നികേഷ് കുമാറിനോ പോലും എഴുതി കൊടുക്കാൻ ക്യാപ്സൂളിന് എന്താ പറയാ മഷി തികയാത്ത തരത്തിൽ, അല്ലെങ്കിൽ അതിന് എന്ത് എഴുതണം എന്ത് പറയണം എന്ന്, കാരണം കേരളം തോറ്റതിന് ഒരു പക്ഷേ ന്യായീകരണം കണ്ടെത്തിയേക്കാം. പക്ഷേ ഈ 6 റൗണ്ട് ധർമ്മട മണ്ഡലത്തിൽ ഒരിക്കലും UDF ഭരിച്ചിട്ടില്ലാത്ത ചെമ്പിലോട് പഞ്ചായത്തിൽ, ഒരിക്കലും UDF ഭരിച്ചിട്ടില്ലാത്ത അഞ്ചരക്കണ്ടി പഞ്ചായത്തിൽ, ഒരിക്കലും UDF ഭരിച്ചിട്ടില്ലാത്ത ശക്തി ദുർഗമായ അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന 14 വാർഡ് ഉൾപ്പെടുന്ന വേങ്ങാട് പഞ്ചായത്തിൽ ഉൾപ്പെടെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. എണ്ണിത്തീരുമ്പോഴും അദ്ദേഹം പിറകിൽ നിന്നതിന് എന്ത് ന്യായീകരണമാണ് ലോകത്തിന്റെ മുന്നിൽ പറയുക? ഏതായാലും കള്ളി വെളിച്ചത്തായി, ഇനി എന്തിനാ സുഖി ഒളിച്ചു കളി? അത് പറയാൻ കഴിയാതെ അദ്ദേഹം രാഷ്ട്രീയപരമായി പരാജയപ്പെട്ട് തലകുനിച്ച് നടക്കുന്ന ഒരു കാഴ്ച അഹങ്കാരത്തോടെ, ധിക്കാരത്തോടെ, ധാർഷ്ട്യത്തോടെ മാത്രം ഈ 10 വർഷക്കാലം നിയമസഭക്കകത്തും പുറത്തും വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. മാധ്യമ പ്രവർത്തകരെ മാത്രമല്ല സകല മനുഷ്യരെയും വെല്ലുവിളിച്ച് ഒരു ബ്രാഞ്ച് സെക്രട്ടറി സഖാവി ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ നീ നിന്റെ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞ ധാർഷ്ട്യം നമ്മൾ ഈ പകല് കണ്ടില്ല.
മാധ്യമപ്രവർത്തകനോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ആ ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധിക്കാരമുണ്ടല്ലോ, ഈ പകല് നമ്മൾ കണ്ടില്ല. ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ പിണറായി വിജയനെ ലോക മനസ്സാക്ഷിക്ക് വേണ്ടി ധർമ്മടത്ത ജനാധിപത്യ വിശ്വാസികൾ നിശബ്ദമാക്കിയിട്ടുണ്ട്. 24 ശേഷം അദ്ദേഹത്തിന്റെ വ്യക്തിഗത വിശ്വാസ്യതയിലും ഈ LDFന്റെ രാഷ്ട്രീയ സംവിധാനത്തിലുള്ള വിശ്വാസ്യതയിലും എല്ലാ ജനവിഭാഗങ്ങൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മൈനോറിറ്റീസിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വായിച്ച ഒരു ജനവിഭാഗത്തിലും SC കമ്മ്യൂണിറ്റികളിൽ ഉള്ള വ്യത്യാസം ഒഴിച്ച് LDFിലേക്ക് വോട്ടർമാർ ആകർഷിതരായി എന്ന് കാണുന്നില്ല. സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ, അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ജനങ്ങൾ വായിച്ചെടുത്തിരിക്കുന്നത് ഈ 3 തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായ ഒരു ജനവഞ്ചനയായിട്ടാണ്. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഉദാഹരണത്തിന് മൈനോറിറ്റീസ് എന്തുകൊണ്ട് 21-ൽ നിന്നും അകന്നു പോയിരിക്കുന്നു? 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കണ്ടെത്തിയ കൂട്ടുകെട്ടുകൾ, അദ്ദേഹം ഡൽഹിയിൽ ഹിന്ദുവിന് നൽകിയ പ്രസ്താവനയിൽ വരുത്തിയ നയംമാറ്റം വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. മലപ്പുറം സംസ്ഥാനത്തെ ഒരു അൺലോഫുൾ ആക്ടിവിറ്റീസിന്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ കേന്ദ്രമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയിൽ തുടങ്ങി അദ്ദേഹത്തിന്റെ 24-ലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് മാറിയത് മൈനോറിറ്റീസ് തീർത്തും അവിശ്വാസത്തോടു കൂടിയും ഒരു വഞ്ചനയുടെ ഭാഗമായിട്ടുമാണ് കണക്കാക്കി. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. ഇങ്ങോട്ട് ഓടി വരുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസം നേടാനായിട്ട് ഒടുവിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം, അതിനിടയിൽ കൂടി ഭൂരിപക്ഷ സമുദായത്തെ ഒട്ടേറെ ഇപ്പൊ NDAയിലേക്ക് നായർ കമ്മ്യൂണിറ്റിയെയും ഈഴവ കമ്മ്യൂണിറ്റിയെയും വികർഷിച്ചിട്ടുള്ളത് എന്താണ്? പ്രധാനമായിട്ടും കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ ശബരിമല ക്ഷേത്രത്തിൽ തങ്ങൾ തന്നെ നിയോഗിച്ച 3 ഭരണസമിതികൾ പട്ടപ്പകൽ അവിടുത്തെ സ്വർണം മുഴുവൻ കൊള്ള ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ നിയമനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല, എന്തത് കൊള്ളക്കാരനാണ്. ചരിത്രത്തിലില്ലാത്ത വിധ ശബരിമല കൊള്ള എന്റെ ഭരണകാലത്ത് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഞാനതിൽ ഖേദിക്കുന്നു എന്ന് വിശ്വാസികളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എവിടെയെങ്കിലും ഉള്ള ഒരു സഹകരണ ബാങ്ക് കൊള്ള ചെയ്തതുപോലെ കൊള്ള ചെയ്തെങ്കിൽ കൊള്ള ചെയ്തു, അത് ഹൈക്കോടതി നോക്കിക്കൊള്ളും എന്ന സമാധാനത്തിലാണ് അവസാനം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. യു ഹാവ് ടു ടെൻഡർ ആൻ അപ്പോളജി. അതുപോലും നൽകാതെ ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണിക്കെതിരായി വെറുപ്പിച്ചെടുത്തതിന്റെ വ്യക്തിഗത ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും അദ്ദേഹത്തിന് ഒഴിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വലിയ തിരിച്ചടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതിന് ശേഷം തന്റെ മുന്നണിയെ നയിക്കുന്ന കേരളത്തിൽ മുഴുവൻ 500-ലധികം ഹോർഡിങ്ങുകളിൽ 30 അടി ഉയരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ലോഡ് ഷെഡിംഗ് കേരളത്തിൽ 10 കൊല്ലം ഞാൻ ഒഴിവാക്കി എന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിന്റെ പവർ സിറ്റുവേഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ എന്താണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്? 250 മെഗാവാട്ട് കോൺട്രാക്ട് ചെയ്യാനുള്ള നിസ്സാരമായ ഒരു നടപടി പോലും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? ഈ ഭരണപരാജയം ഞാൻ തുറന്നു പറയുന്നു ശ്രീ വിനു, ഇന്ന് രാത്രി നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഞാൻ തുറന്നു പറയുന്നു, എന്റെ പബ്ലിക് സർവീസിൽ ഇതുപോലെ പരാജയപ്പെട്ടു പോയ, നിരാശ സൃഷ്ടിച്ച, നിസ്സംഗനായിട്ടുള്ള, ജനങ്ങളോട് ക്രൂരത കാട്ടിയ, ജനങ്ങളുടെ ഒരാവശ്യത്തോട് നീതി പുലർത്താഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ ഗവൺമെന്റിൽ കണ്ടിട്ടുണ്ട്. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. 24-ന് ശേഷം കേരളത്തിൽ ഗവൺമെന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ആകെ നടക്കുന്നത് നവകേരള സദസ് എന്ന പേരിൽ 40-50 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചു. മറ്റുള്ളവന്റെ കീശത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചൂടെ? നാണക്കേടാണ്. നിങ്ങളൊരു കാര്യം ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഈ നവകേരള സദസ്സിന്റെ ചെലവ് എങ്ങനെയാണ് എടുത്തത്? എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഈ ബസ് ഓടിച്ചു പോയിട്ട് 20 മന്ത്രിമാർ ജനങ്ങളെ ഫേസ് ചെയ്യാണ്. അന്ന് ഗവൺമെന്റിൽ ഇറങ്ങിയ ഉത്തരവിൽ വളരെ വിചിത്രമായ ഒരു കാര്യം, ഒരു ശത്രുവിനെ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നു. ഇവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാനായിട്ട് സബ് കളക്ടർമാരും കലക്ടർമാരും അവിടെയുള്ള ക്വാറിക്കാരുടെ കയ്യിൽ നിന്നും പെട്രോൾ ബങ്കുകാരുടെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും പിരിവെടുത്തിട്ട് മൃഷ്ടാന്ന ഭോജനം വാങ്ങി കൊടുക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ട് നടപ്പിലാക്കിയ അവസ്ഥയാണ്. നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. പിരിവെടുത്ത് പൗരപ്രമുഖന്മാർക്ക് പാലിൽ കുതിർത്ത കശുവണ്ടി പരിപ്പ് രാവിലെ ടേബിളിൽ കൊണ്ട് വെച്ചു കൊടുക്കണം, മുറിയിൽ കൊണ്ടുചെന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കണം. നിങ്ങൾ ഉത്തരവെടുത്ത് വായിച്ചു നോക്കൂ. എന്താ പറഞ്ഞത് ശരിയല്ലേ? അത്താഴത്തിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് ഉത്തരവ് പറയാതിരുന്നത് വളരെ നന്നായി പോയി. കാരണം ഔചിത്യം അത്രയെങ്കിലും കാണും. ഔചിത്യം എന്നൊരു സാധനം. സമാധാനമായി. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.